بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ. ഒരു ദിവസം ഞാൻ മുത്തുനബിയുടെ പിന്നിലായിരുന്നു. മുത്തുനബിയുടെ പിന്നിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫഖാല, ആ സമയത്ത് മുത്തുനബി എന്നോട് പറഞ്ഞു, യാ ഗുലാം, ഓ മോനെ, നീ അല്ലിമുക്ക കലിമ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തത്. ഒന്നാമതായി, യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അള്ളാഹു നമുക്ക് വേണ്ട സംരക്ഷണങ്ങളെല്ലാം ചെയ്തു തരും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ നിന്റെ മുന്നിൽ അള്ളാഹുവിനെ നിനക്ക് എത്തിക്കാൻ കഴിയും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ കാവൽ നിനക്ക് ലഭിക്കും, അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുക, അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുക. ചോദിക്കേണ്ടതെല്ലാം റബ്ബിനോട് ചോദിക്കുക. മനുഷ്യരോട് നമ്മൾ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മനുഷ്യരോട് ചോദിക്കണം, അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഔലിയാക്കളോട് ചോദിക്കാം. അവരുടെ മഖാമുകളിൽ പോയി നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയാം. അത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് സമമാണ്. ഈ ഭാഗത്തെ നാം തെറ്റിദ്ധരിച്ചു പോകരുത്. ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട് സഹായം ചോദിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലയോ ഇബ്നു അബ്ബാസ്, ഈ ലോകത്തെ ജനങ്ങൾ മുഴുവനും നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചു ഒരു സ്ഥലത്തൊരുമിച്ച് കൂടി. നബി പറയുന്നു, അള്ളാഹു കണക്കാക്കിയതല്ലാതെ അവർക്ക് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയില്ല. വലൗ ഇജ്തമഉ അലാ അൻ യദുറുക ബിശൈഇ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. ജനങ്ങളെല്ലാവരും കൂടെ നിന്നെ ഉപദ്രവിക്കണമെന്ന് കരുതി, നിനക്കൊരു പ്രയാസം ഉണ്ടാക്കണമെന്ന് കരുതി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും നിനക്ക് വരൂല, നീ പേടിക്കേണ്ടതില്ല. ജനങ്ങളെ എന്തിനു പേടിക്കണം? ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, എല്ലാം റബ്ബിൽ ഏൽപ്പിക്കുക. ഒരു മനുഷ്യനെയും പേടിക്കേണ്ടതില്ല. റബ്ബ് കണക്കാക്കിയതേ ഇവിടെ നടക്കുള്ളൂ. ജനങ്ങൾക്ക് നമുക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. റബ്ബിൻ്റെ തീരുമാനം മാത്രമേ ഇവിടെ നടക്കുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ആ ഒരു ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള ഈമാനുള്ള ഖൽബ് നമുക്ക് നൽകട്ടെ. ആമീൻ.